ബംഗാൾ ദുർഗപൂരിലെ കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി. തന്റെ വാക്കുകൾ മനഃപൂർവ്വം വളച്ചൊടിച്ചത് എന്ന് മമതാ ബാനർജി പറഞ്ഞു. മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ CPIM ഉൾപ്പെടെയുള്ള പാർട്ടികൾ രംഗത്തെത്തി. രാത്രി 12-ന് ശേഷം പെൺകുട്ടി എന്തിനു പുറത്തിറങ്ങി എന്നായിരുന്നു മമതയുടെ പരാമർശം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, മുൻപ് നമ്മൾ ഇത്തരത്തിലേക്ക് ഒരു പരാമർശം കേട്ടത് ഡൽഹി സംഭവം ഉണ്ടായതിനു ശേഷം അന്നത്തെ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിന്റെ ഭാഗത്തു നിന്നൊക്കെയായിരുന്നു. ഇപ്പോൾ സമാന പരാമർശം ഇവർ നടത്തുകയാണ്. പക്ഷേ ഇപ്പോൾ ന്യായീകരണവുമായി എത്തിയിരിക്കുന്നു. എന്താണ് അവർ വ്യക്തമാക്കിയത്? അനുജ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ ഇത്തരത്തിലുള്ള വിവാദ പരാമർശം നടത്തിയത് ഡൽഹി കൂട്ടബലാത്സംഗ കേസിന്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷിതിന്റെ ഭാഗത്തു നിന്നായിരുന്നു. അത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുകയും തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ ഷീലാ ദീക്ഷിത് കോൺഗ്രസും തീർത്തും തുടച്ചു നീക്കപ്പെടുകയും ചെയ്തു. ഡൽഹിയിൽ സമാനമായ ഒരു പരാമർശമാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 12:30-ക്ക് ശേഷം എന്തിന് ഈ വിദ്യാർത്ഥിനി പുറത്തിറങ്ങി എന്ന ചോദ്യമാണ് മമത ഈ വിഷയത്തോട് പ്രതികരിക്കുമ്പോൾ ചോദിച്ചത്. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. രാഷ്ട്രീയ എതിരാളികളെല്ലാം ഇത് ആയുധമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മമതാ ബാനർജിയുടെ വിശദീകരണം. തന്റെ വാക്കുകൾ വളച്ചൊടിക്കുകയായിരുന്നു എന്നും താൻ പറഞ്ഞ സാഹചര്യത്തിൽ നിന്നും ഈ വാക്കുകൾ അടർത്തിയെടുത്താണ് ആയുധമാക്കുന്നത് എതിരാളികൾ എന്നുമാണ് മമതാ ബാനർജിയുടെ വിശദീകരണം. ഈ വിഷയത്തിൽ ഒഡീഷ വനിതാ കമ്മീഷനും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിർണായകമായ മറ്റൊരു നീക്കം. ഇന്ന് ദുർഗാപൂരിലെത്തി ഒഡീഷ വനിതാ കമ്മീഷൻ ഈ പെൺകുട്ടിയിൽ നിന്നും പെൺകുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്നും മൊഴിയെടുത്ത് ഒഡീഷ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. അനുജ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.